ലജ്ജയില്ലാതെ അവിടെ കോൺഗ്രസും ലീഗും കൂടി BJPക്ക് വോട്ട് ചെയ്തതിൽ നിന്ന് ഇതാണല്ലോ സാർ നടക്കുന്നത്. ഈ പ്ലാനാണ് സാർ ഇതെല്ലാം. ശ്രീ CK ഹരീന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം KP കുഞ്ഞമ്മദ് മാസ്റ്റർ. ഇത്തരത്തിലൊരു നാറിയ ഭരണമുണ്ടായിരുന്നു. 2011 മുതൽ 16 വരെയുള്ള ഭരണം നാറിയ ഭരണമെന്ന് കേരളീയർ മുഴുവനും അംഗീകരിച്ചാണ്. കേരള നിയമസഭയുടെ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ നാറിയ ഭരണത്തിന്റെ തുടർക്കഥകൾ നമുക്ക് കാണാൻ കഴിയും. ആ നാറിയ ഭരണം വീണ്ടും കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അതിൽ യാതൊരു സംശയവുമില്ല. നടുത്തളത്തിലിറങ്ങി എന്തെല്ലാം കോപ്രായങ്ങൾ നിങ്ങൾ കാണിച്ചാലും ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. LDF 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്റെ ചോദ്യം ഇതാണ് സർ, GST നിരക്ക് പരിഷ്കരണം മൂലം കേരളത്തിന്റെ വാർഷിക നികുതി വരുമാനത്തിൽ എത്ര തുകയുടെ കുറവുണ്ടാകുമെന്ന് വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. സാർ, ഏറ്റവും ഒടുവിൽ വന്ന പരിഷ്കരണം ഞാൻ പറഞ്ഞു, നേരത്തെ ഒരിക്കലും അവർ പരിഷ്കരിച്ചു. GST കൊണ്ടുവന്നതിന്റെ ഭാഗമായി സെയിൽ ടാക്സിന്റെയും വാറ്റിന്റെയും സമയത്തൊന്നും സംസ്ഥാനത്തിന് ശരാശരി 12,000 മുതൽ 15,000 കോടി വരെ നഷ്ടമുണ്ടായിരുന്നു. സാർ, അതിനുശേഷം 2 തവണ അവർ റേറ്റ് പരിഷ്കരിച്ചു. ഏറ്റവും കൂടുതൽ റേറ്റ് പരിഷ്കരണം വഴി ശരാശരി ഒരു വർഷം 8,000 കോടിയുടെ നഷ്ടം കേരളത്തിന് ഉണ്ടാവുമെന്നാണ് സാർ കണക്കാക്കിയിരിക്കുന്നത്. 8,000 കോടിയുടെ കണക്കാണ് നമ്മൾ ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ സ്റ്റഡി നടത്തിയിട്ട് പറഞ്ഞേക്കുന്നത്. ആ നഷ്ടം വരുന്നത് നമ്മളെ നല്ലപോലെ ബാധിക്കും സാർ. ശ്രീ K ബാബു നെന്മാറ. സാർ, നാട്ടിൻപുറങ്ങളിലെ ഉത്സവ പറമ്പുകളിൽ പോക്കറ്റടിക്കാരന്റെ റോളാണ് സാർ ഇപ്പൊ UDFനുള്ളത്. പോക്കറ്റടിച്ച പണവുമായി മുങ്ങുന്ന ആ പോക്കറ്റടിക്കാരനെ പോലെ സാക്ഷാൽ ശ്രീധർമ്മ ശാസ്താവിന്റെ സ്വർണം കട്ടവന് ആ കാട്ടുവെള്ളന്മാർക്ക് കഞ്ഞിവെച്ച UDF ആണ് ഇപ്പോ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ LDFനെ നോക്കി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പോകുന്നത്. അത് നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട് സാർ. സാർ, എന്റെ ചോദ്യത്തിന് മുൻപ് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. നികുതി പിരിക്കുന്നവർക്കും നികുതി കൃത്യമായി കൊടുക്കുന്നവർക്കും സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി സമ്പത്ത് മാറ്റിവെച്ച് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, GST നിരക്കുകൾ പരിഷ്കരിക്കാനുള്ള അധികാരം ഏത് സമിതിക്കാണെന്നും ഈ അധികാരത്തിന്മേൽ കേന്ദ്ര സർക്കാർ കടന്നുകയറ്റം നടത്തുന്നുണ്ടോ എന്നും വ്യക്തമാക്കാമോ? അതാണ് എന്റെ ചോദ്യം. മിനിസ്റ്റർ. സാർ, GST നിരക്ക് വന്നതോടുകൂടി ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരുന്ന എല്ലാ ഫൈനാൻഷ്യൽ ഫ്രീഡവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു സാർ. ആകെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സമയത്ത് തന്നെ വലിയ ചർച്ച നടന്നിരുന്നു. അന്ന് GST വരുന്ന സമയം ടാക്സിന്റെ കാര്യത്തിൽ സെയിൽ ടാക്സ് എന്ന അവകാശം കൂടി കേന്ദ്രം എടുക്കണമെന്ന് അന്ന് ചർച്ച വന്നിരുന്നു. വളരെ പ്രമുഖരായ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷെ അന്ന് ബഹുമാനായ ശ്രീ അംബേദ്കർ പറഞ്ഞു, ആകെ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം ഈ ടാക്സ് മാത്രമാണ്, സെയിൽ ടാക്സ് ആണ്. അതർവൈസ് ദർ ഇസ് നോ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ്. ഇത് പറഞ്ഞിട്ടാണ് അന്ന് വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സെയിൽ ടാക്സും അത്തരം ടാക്സുകൾ മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഉണ്ടായിരുന്നത്. ഇൻകം ടാക്സും കസ്റ്റംസും ഒക്കെ സെൻട്രലിലാണ്. സാർ, ആ സമ്പ്രദായം കൂടി കോൺഗ്രസ് ആണ് തുടങ്ങി വെച്ചത്. ഈ GST കൊണ്ടുവരാനുള്ള ചർച്ച അന്നേ അതിന് ഒബ്ജക്ഷൻ പറഞ്ഞതാണ് ഞങ്ങൾ അതിന്റെ ചില ഭാഗങ്ങൾ. രണ്ടാമത് BJP അത് നടപ്പിലാക്കി. അതിനകത്ത് CPMന്റെ അംഗമെന്ന പ്രതിനിധി രാജ്യസഭയിൽ ഞാനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ CPI ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്ത് ഡിസന്റ് പറഞ്ഞാണ് സാർ. ഫലത്തിൽ വന്നപ്പോ സംസ്ഥാന ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറഞ്ഞ ഇഷ്യൂ, സംസ്ഥാനങ്ങളുടെ ഒരു പണവും എടുക്കാൻ എല്ലാം അങ്ങോട്ട് കേന്ദ്രീകരിച്ചു പോവാ. ഇപ്പോഴാണെങ്കിൽ CSS സ്കീം അനുസരിച്ച് അവർ പറയുന്നതിനനുസരിച്ച് ചെയ്യണം. ഇങ്ങനെ സംസ്ഥാനങ്ങളെ ഒരുമാതിരി സാമന്തന്മാര് പോലുമല്ലാത്ത കോളനി കാലത്തുണ്ടായിരുന്ന സാമന്ത രാജ്യങ്ങളുടെ അവസ്ഥ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസ് ആഗ്രഹിച്ചാണ്, കോൺഗ്രസ് തുടങ്ങി വെച്ചാണ് GST. ഇപ്പൊ BJP നടപ്പിലാക്കണം. സാർ, ഇതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ വെട്ടിക്കുറവുകൾ എങ്ങനെ ബാധിക്കും എന്നുള്ളതിന്റെ ആശങ്കയുണ്ട്. രാജ്യം എന്ന നിലയിൽ യുണൈറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കുന്നത് ഇത്തരം സ്വാതന്ത്ര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ലോകത്തൊരു രാജ്യവും ഇങ്ങനെ ഒരു മോണോലിത്തിക്കായി മുഴുവൻ പവറുകളും കേന്ദ്രീകരിക്കുന്ന ഒരു റിപ്പബ്ലിക്കും ഇല്ല സാർ. അമേരിക്ക എടുത്താൽ, യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്താൽ ഒന്നുമില്ല സാർ. അപ്പൊ മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനുമുള്ള നികുതി അവകാശം പോലും ഇപ്പോൾ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇല്ല സാർ. അപ്പൊ അത് ഉണ്ടാക്കിയിട്ടുള്ള അപകടങ്ങൾ വളരെ വലുതാണ്. അതിനെ സംബന്ധിച്ച് ധാരാളം ചർച്ചകൾ നടക്കുകയാണ് സാർ. ഈ ഫിനാൻസ് കമ്മീഷൻ വന്നിട്ടും അതിനകത്തും നമ്മുടെ റൈറ്റുകൾ കട്ട് ചെയ്യുകയാണ് സാർ. കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ വരെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞൊരു ഗ്രാന്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഒരു വർഷത്തേക്കുള്ള ഒരു ഇന്ററിം പീരീഡും
5 വർഷത്തേക്കുള്ള ഫിനാൻസ് കമ്മീഷൻ 15ാം ഫിനാൻസ് കമ്മീഷനുമായി ചേർന്ന് സാർ 6 വർഷം കൊണ്ട് നമുക്ക് നൽകിയത് 53,000 കോടി രൂപയാണ് സാർ ഫിസ്ക്കൽ റവന്യൂ ഡെഫിസിറ്റ്. 1ാം വർഷം 15,000 കോടി കിട്ടി 2020-21 21 മുതൽ 26 വരെ കിട്ടിയത് ഏകദേശം 37,000 കോടി. അതില്ല സാർ. എന്നിട്ട് ഇപ്പൊ GST നമ്മുടെ ഡിവിസി പുള്ളി ചെറിയൊരു വർധന വരുത്തി, അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പിന്നെ എല്ലാം കൂടെ ഒരു 16,000 കോടിക്ക് അടുത്ത് ഒരു വർഷം കിട്ടും സാർ. ഇത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡോടെ നിർത്തലാക്കിയതോടുകൂടി സംസ്ഥാനങ്ങൾക്ക് വീണ്ടും പ്രതിസന്ധിയാണ്. ഇങ്ങനെ ഒരു കാര്യവുമായി പോയി കഴിഞ്ഞാൽ വെറും ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാറ്റസ് പോലും ഇല്ലാത്ത തരത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് GST വന്നതിന് ശേഷം ഉണ്ടായ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ അവസ്ഥ സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ പോകാൻ കഴിയാത്ത തരത്തിലേക്കാണ് എന്നുള്ള ആ ചോദ്യത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ചോദ്യകർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വളരെ ശരിയാണ്. സംസ്ഥാനങ്ങളാകെ അതിനകത്ത് ഞങ്ങള് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല സാർ. 8 സംസ്ഥാനങ്ങൾ ചേർന്നിട്ടാണ്. കേരളത്തിലാണെങ്കിൽ ഒരു സെമിനാർ നടത്തിയിരുന്നു, കോൺക്ലേവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. കർണാടകയും തെലങ്കാന അടക്കം വന്നു. ഇപ്പൊ ഞങ്ങളൊരു ചർച്ച നടത്താനായിട്ട് ശ്രമിച്ചു സാർ. തെലങ്കാനയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഇങ്ങോട്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ വരണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് 2 സ്ഥലത്തെ കോൺഗ്രസ് മന്ത്രിമാർ വരാൻ പറ്റിയില്ല. വളരെ നന്നായി ഈ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരെ ശക്തമായ അഭിപ്രായം പറയുന്നവരാണ്. 8 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് GST കൗൺസിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഒരു അക്കാഡമിക് ചർച്ചയ്ക്ക് പോലും കോൺഗ്രസിന്റെ ആളുകൾ കേരളത്തിലേക്ക് വരണ്ട എന്നുള്ള തിട്ടൂരം കൊടുത്ത ആളുകളാണ് സാർ കേരളത്തിലെ കോൺഗ്രസുകാർ. അവർ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷം ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ ഇഷ്യൂ ഉയർത്തുമ്പോൾ ആ കാര്യത്തിന് പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിന്റെ അതിർത്തി കടന്ന് വരണ്ട എന്ന് പറയുന്ന മൗഢ്യവും ഒക്കെ ഉള്ളതാണ് സാർ. അതുകൊണ്ടാണ് സാർ മണിശങ്കർ അയ്യരെ പോലുള്ള ആളുകൾ പറഞ്ഞല്ലോ, അവർ പറഞ്ഞ കാര്യം. മണിശങ്കർ അയ്യർ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തക സമിതി അംഗവും രാജീവ് ഗാന്ധിയുടെ ഏറ്റവും വലത്തെ കത്തിരിക്കുന്ന തോഴനുമായിരുന്നല്ലോ, വലങ്കൈയായിരുന്നല്ലോ മണിശങ്കർ അയ്യർ. എന്താ പറഞ്ഞത് സാർ? ഫാറൂഖ് അബ്ദുള്ള കഴിഞ്ഞ ദിവസം വന്നല്ലോ ഇവിടെ. ഫാറൂഖ് അബ്ദുള്ള ഇവിടെ കഴിഞ്ഞ ദിവസം വന്നു സാർ. ഫാറൂഖ് അബ്ദുള്ള ഇവിടെ കഴിഞ്ഞ ദിവസം വന്നു സാർ. മണിശങ്കർ അയ്യരെ പറ്റി പറയുമ്പോ സാർ ചക്ക എന്ന് പറയുമ്പോ കൊക്ക് എന്ന് പറഞ്ഞൊരു യാതൊരു കാര്യമില്ല സാർ. ചക്ക് എന്ന് പറയുമ്പോൾ ചക്കിന് പറഞ്ഞാൽ മതി. ചക്ക് എന്ന് പറയുമ്പോൾ കൊക്ക് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കമ്മിറ്റിക്കകത്തൊക്കെ പറയാം. നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് സാർ. മണിശങ്കർ അയ്യരെ പോലെ ഒരാൾ പറഞ്ഞു എന്താണ് ഇന്ത്യയിലെ ഇന്നത്തെ കോൺഗ്രസിന്റെ സ്ഥിതി. ഞാൻ ആളുകളെ പറ്റി പറഞ്ഞു ഒന്നും പറയുന്നില്ല സാർ. ഫാറൂഖ് അബ്ദുള്ള, ബഹുമാനായ ഫാറൂഖ് അബ്ദുള്ള ഇവിടെ ഒന്ന് സംസാരിച്ചു സാർ. ഇവിടെ താഴെയാണ് ശങ്കരനാരായണ തമ്പി ഹാളിൽ. ഞങ്ങളൊക്കെ ആ പ്രസംഗം കേട്ടതാണ് സാർ. അവിടെ കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളുടെ കണ്ണു നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ മതന്യൂനപക്ഷത്തിന് എല്ലാവർക്കും ഇത്രത്തോളം സാഹോദര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഈ കേരളമാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇവിടെ ലീഗ് സുഹൃത്തുക്കൾ ഇവിടെ വലിയ കള്ളപ്രചരണം നടത്തുന്നുണ്ടല്ലോ സാർ. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ കേരളമാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് വന്ന് മുഖ്യമന്ത്രിയെ ആലിംഗനം ചെയ്ത് ഈ സംസ്ഥാനത്തിന്റെ പ്രത്യേകത ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. ഫാറൂഖ് അബ്ദുള്ള നിങ്ങൾക്ക് എതിരാണോ? ഫാറൂഖ് അബ്ദുള്ളയെ പോലെ ആളുകൾ സാർ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ ഈ സെമിനാറിൽ വന്നല്ലോ. ഫാറൂഖ് അബ്ദുള്ള വന്നു, കരിമൊഴി വന്നു. നിങ്ങളുടെ കോൺഗ്രസിന്റെ ഒരു MLA എങ്കിലും ഒരു മന്ത്രിയുടെ കൂട്ടാം